നമുക്ക് ടോട്ടലായിട്ട് 4 സെന്റിൽ 1900 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു 3 ബെഡ്റൂം വീടാണ് ഇന്ന് വിൽപ്പനയ്ക്കുള്ളത്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ കല്ലയം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 600 മീറ്റർ മാത്രം മാറിയാണ് പ്രോപ്പർട്ടി വരുന്നത്. അതുപോലെ തന്നെ പേരൂർക്കടയിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ഏണിക്കര ജംഗ്ഷൻ വന്നിട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാവുന്നതാണ്. ഏണിക്കരയിൽ നിന്ന് കല്ലയം റൂട്ടിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് മുല്ലശ്ശേരിയിലേക്ക് പോകുന്ന വഴി ജസ്റ്റ് ഒന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയായി. കല്ലയത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏണിക്കര റൂട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഇടത്തോട്ട് മുല്ലശ്ശേരിയിലേക്കുള്ള വഴി കാണാൻ സാധിക്കും. ആ റോഡിങ്ങനെ താഴേക്ക് ഇറങ്ങി ഒരു 100-200 മീറ്റർ വരുമ്പോൾ തന്നെ വലത്തോട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് കാണാം. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ കാണുന്ന പോലെ ഒരു റെസിഡൻഷ്യൽ ലൊക്കേഷനിൽ 4 സെന്റിൽ 1900 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് വിൽപ്പനയ്ക്കുള്ളത്. നമുക്ക് പേരൂർക്കടയിൽ നിന്ന് 4.5 കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. മുൻവശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു കാർ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് നല്ലൊരു കാർ പോർച്ച് വരുന്നുണ്ട്. അതായത് സ്ട്രക്ചറിനകത്ത് തന്നെയാണ് കാർ പോർച്ച് വരുന്നത്. വീട്ടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം. നമുക്കിത് ഇങ്ങനെ ഒരു വരാന്ത സ്പേസിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് പോകും. നമുക്കിതിലെ കോമൺ സ്പേസ് ഒക്കെ അത്യാവശ്യം നല്ല വലുതാണ്. ഈ കാണുന്നതാണ് നമ്മുടെ താഴത്തെ ലിവിങ് ഏരിയ വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് TV യൂണിറ്റ് ഒക്കെ വെക്കാം. ഇതിനകത്തും നമ്മുടെ സ്റ്റെയറിന്റെ അടിയിലേക്കും സ്റ്റോറേജ് ഒരുക്കിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് വാഷ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. നമ്മുടെ വാഷ് ഏരിയ ഈ കാണുന്നത് പോലെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ വരും. കിച്ചണും ഒരു ഡിഫറൻ്റ് ആയിട്ട് തോന്നും കേട്ടോ. എങ്ങനെയാ വെച്ചാൽ ഇവിടെ ഒരു ഓപ്പൺ കൗണ്ടറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പാർട്ടീഷനും വെച്ചിട്ടുണ്ട്. ശരിക്കും ഈ പാർട്ടീഷന്റെ പിൻവശത്തായിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു വൈറ്റ് കളർ തീമിലാണ്, വൈറ്റ് അല്ല, ഒരു ഐവറി കളർ തീമിലാണ് നമുക്ക് ഈ ഒരു മോഡുലാർ കിച്ചന്റെ വർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചിമ്മിനി ഹോബ് എല്ലാം തന്നെ ഇൻസ്റ്റാൾഡ് ആണ്. പിൻവശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വർക്ക് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്ന് 2 വശങ്ങളിലേക്കും ഇറങ്ങാവുന്ന രീതിയിൽ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് തുണി നനയ്ക്കാനുള്ള സൗകര്യം കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. നമുക്കതുപോലെ ഇവിടെ വെള്ളത്തിന്റെ സൗകര്യത്തിനായിട്ട് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ അവൈൽ ചെയ്തിട്ടുള്ളത്. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഇതിൽ ടോട്ടലായിട്ട് 3 ബെഡ്റൂംസ് ഉണ്ട്. അതിൽ 2 ബെഡ്റൂമുകളിൽ നമുക്കിതുപോലെ നീറ്റായിട്ടുള്ള കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ വരുമ്പോൾ സെറ പോലുള്ള ഫിറ്റിംഗ്സ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഈ കാണുന്ന പോലെ ഒരു കോമൺ സ്പേസ് ഉണ്ട്. ഇവിടെ ആയിട്ട് നമുക്കൊരു പേഴ്സണൽ ലിവിങ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു വലിയ TV യൂണിറ്റ് വെക്കാവുന്ന രീതിയിൽ അതിൻ്റെ വർക്കുകളും ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. നമുക്ക് മേളത്തെ നിലയിൽ 2 ബെഡ്റൂംസ് ആണ് വരുന്നത്. ഈ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് നമുക്ക് 2ാമത്തെ ബെഡ്റൂം കാണാം. നമ്മൾ താഴത്തെ നിലയിൽ കണ്ട ആ ഒരു ബെഡ്റൂമിന്റെ സെയിം ലേഔട്ടിൽ അതേ രീതിയിൽ കബോർഡ് വർക്കൊക്കെ ചെയ്ത അടുത്തൊരു ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നത് സിമിലർ ഫിറ്റിംഗ്സ് ആണ്. സെറ പോലുള്ള ഫിറ്റിംഗ്സ് തന്നെയാണ് ഇതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ പിൻവശത്തേക്കുള്ള ഓപ്പൺ ടെറസിൽ ഇതുപോലെ റൂഫ് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ തുണിയൊന്നും കാറ്റടിച്ച് പുറത്തേക്ക് പോകാത്ത രീതിയിൽ ഇതുപോലെ ഗ്രില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഉണങ്ങാനിടാനൊക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഈ ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാം ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഇവിടെ നമ്മളെ ടെറസിലേക്കും എൻട്രി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം വലിയൊരു ബാൽക്കണി സ്പേസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തായാലും ഇതുപോലെ പർഗോളാസ് കൊടുത്ത് അതിനകത്ത് ലൈറ്റ്സ് വെച്ചിട്ടുണ്ട്. മേളിൽ നമുക്ക് മഴ നനയാത്ത രീതിയിൽ ഷീറ്റ് വിട്ട് നീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നുള്ള വിഷ്വൽ ഇങ്ങനെയാണ് വരുന്നത്. ഇവരൊക്കെ ആയിരിക്കും നിങ്ങളുടെ അയൽവാസികളായിട്ട് വരിക. നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പ്രത്യേകത, നമുക്ക് ഇവിടെ നിന്ന് പേരൂർക്കട ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം 4.5 കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ. കല്ലയം ജംഗ്ഷനിൽ നിന്ന് കഷ്ടിച്ച് 600 മീറ്ററിൽ നമ്മളെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താവുന്നതാണ്. അതുപോലെ ഇവിടെ നിന്ന് നമുക്ക് മണ്ണന്തല കയറണമെന്നുണ്ടെങ്കിലോ MC റോഡ് കയറണമെന്നുണ്ടെങ്കിലോ ഒന്ന് കല്ലയത്ത് നിന്ന് നേരെ MC റോഡ് കയറാം. ഇനി അതല്ല മണ്ണന്തലയിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ പള്ളിമുക്ക് പോയി അവിടെ നിന്ന് നമുക്ക് മുക്കോല മണ്ണന്തല ആ രീതിയിൽ കയറാം. മുക്കോലക്കിലാണ് സെൻറ് തോമസ് സ്കൂളൊക്കെ ഉള്ളത്. അവിടേക്ക് നമുക്ക് ഈസിയാണ്. ഇവിടെ നിന്ന് പള്ളിമുക്ക് ജംഗ്ഷനിലേക്ക് ഏകദേശം 1.5 കിലോമീറ്ററിനകത്ത് എത്താൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഏണിക്കര ജംഗ്ഷനിലേക്ക് 2 കിലോമീറ്ററിൽ എത്താൻ സാധിക്കും. താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ചോ. ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില 4 സെന്റിൽ 1900 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ്. ഉദ്ദേശിക്കുന്ന വില 75 ലക്ഷം രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷന് സാധ്യതയുണ്ട്.